ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നല്ല സ്വാദ്. താൻ കുടിച്ചതിന്റെ ബാക്കി അതുകൊണ്ടാവും. താങ്ക് യു. അപ്പൊ ശരി. പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലേ? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നേ? തെരുവിൽ സ്വയം വിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതിനേക്കാളും അന്തസ്സും മാന്യതയുണ്ട്. അമ്മേ, നടന്ന എന്താ നമ്മ കണ്ടതല്ലേ? ഞാൻ ഇക്കാര്യത്തിൽ എന്ത് തെറ്റെയ്തെന്ന? ഓ, നിന്റെ പറച്ചില് കേട്ടാ എന്താ തോന്നുന്നറിയോ? നീ പാവത്തിനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു, വരുൺ കരുതിക്കൂട്ടി നിന്റെ അടുത്ത് വരുന്നു, നിന്നെ കയറി പിടിക്കുന്നു എന്നൊക്കെയല്ലേ? അതാണോ സത്യം? അവനെ ഒരാൺകുട്ടിയാ. എന്തിനും തയ്യാറായി നീ ഇവിടെ നിൽക്കുമ്പോ അവൻ ചിലപ്പോ നോക്കിയെന്നും തൊട്ടു നോക്കി വരും. അത് നിന്റെ കഴിവായിട്ട് നീ കാണരുത്. വേണ്ട, നിന്റെ കരച്ചിലേ എന്നെ കാണിക്കണ്ട. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രിയങ്കയും വരുണും തമ്മിലുള്ള പ്രശ്നം ഇന്ന് തന്നെ തീരണം. അത് ചെയ്യേണ്ടത് നീയാ. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഇന്നു മുതൽ ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ അവർ ജീവിച്ചു തുടങ്ങണം. അവരെ ശല്യപ്പെടുത്താൻ അവർക്ക് ചുറ്റും നീ ഉണ്ടാവരുത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവരുടെ ആദ്യ രാത്രി നടന്നിട്ടില്ല. അതിനുള്ള മുഹൂർത്തം ഇന്ന. അത് കഴിഞ്ഞാൽ നീ പൊയ്ക്കൊള്ളണം. ആറ്റുവാശ്ശേരിയിലേക്കോ അതിലും ദൂരത്തേക്കോ എങ്ങോട്ടെങ്കിലും. ഒരർത്ഥത്തിൽ നീയൊക്കെ അങ്ങനെ പോകുന്ന നല്ലത്. അമ്മേ, അമ്മ എന്നെ ശപിക്കല്ലേ. ശാപം കിട്ടാതിരിക്കണമെങ്കിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിനക്ക് നന്മയുള്ളവളെന്ന് അഭിനയിക്കാനേ പറ്റൂ. നിന്റെ മനസ്സ് മുഴുവനും തിന്മയാണ്. ആർക്കും നീ പിടികൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ മറ്റുള്ളവർ അറിയാൻ വൈകുന്നത്. എന്റെ മകന്റെ ജീവിതം എനിക്ക് വലുതാ. നിനക്ക് തട്ടിക്കളയാനുള്ളതല്ലത്.